ഇന്നും പതിവ് ദിവസത്തെ പോലെ തന്നെ രാവിലെ 9 മണിയായപ്പോൾ ഹസ്ബൻഡ് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുട്ടിയെ ഞാൻ ഓട്ടോയിൽ കയറ്റിവിട്ടു. ഇനി ഞാൻ മാത്രം. ഇന്നലത്തെ പണി കഴിഞ്ഞിട്ട് ആ മേസ്തിരിമാര് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് പോയത്. ആ സമയത്ത് ഇന്നുകൂടെ പണിയുണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഞാൻ റെഡിയായിട്ടിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ട, അങ്ങനെ പറയാൻ പറ്റില്ല, കണ്ടതിൽ എൻ്റെ പ്രായത്തിലുള്ള ആ ഒരു പയ്യൻ, അവനുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടിരുന്നു. ഇന്നവൻ എനിക്കൊരു ഡ്രസ്സ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അത്യാവശ്യം മോഡേണായിട്ടുള്ള ഒരു വെസ്റ്റേൺ രീതിയിലുള്ള ഡ്രസ്സായിരുന്നു അത്. അത് കൊണ്ടുവന്നിട്ട് എനിക്ക് ഇട്ട് നോക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എനിക്കെപ്പോഴും ഡ്രസ്സിനോട് ഒരുപാട് പ്രിയമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സാരി ഉടുക്കുന്നതിലും ചുരിദാർ ഇടുന്നതിലും ഞാൻ വളരെയധികം ഫോക്കസ് ചെയ്യും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് നമ്മളിടുന്ന വസ്ത്രധാരണയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ആ ഒരു കാര്യങ്ങളാണ് നോക്കാറ്. അങ്ങനെ അന്നത്തെ ദിവസം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവരെല്ലാവരും കൂടെ ഒരു കയ്യിലൊരു കാര്യങ്ങളും, അതായത് അവരുടെ ഭക്ഷണമാണോ എന്താണെന്നറിയില്ല, അങ്ങനെ കുറേ സാധനങ്ങളുമായിട്ട് അവിടേക്ക് വരുന്നു. അതില് മമ്മട്ടി തൊട്ട് പിന്നെ തേക്കാനുള്ള കാര്യങ്ങള്, സിമെന്റ് കുഴയ്ക്കാനുള്ള കാര്യങ്ങള്, അങ്ങനെ പല സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെയും അവരതേ കണക്ക് തന്നെയായിരുന്നു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഞാനതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ വന്ന സമയത്താണ് കേട്ടോ അയാൾ ആ ഒരു കൊച്ചു പയ്യൻ, അതിൽ എൻ്റെ പ്രായം തന്നെ ഉണ്ട്, ഏകദേശം 32 വയസ്സ്. ബാക്കി രണ്ടുപേരും നല്ല പ്രായമുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ശ്രദ്ധ എന്നിലേക്ക് വന്നു. ഞാനും ജസ്റ്റ് അവനെ ഒന്ന് ശ്രദ്ധിച്ചു. ആള് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ചപ്പോൾ എന്തുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഇനി ഫുഡ് ആയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് അവൻ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെയായിരുന്നു കേട്ടോ. ആ സമയത്ത് അവൻ എന്നെ ഒരു കവർ എടുത്ത് പൊക്കി കാണിച്ചു. പെട്ടെന്ന് ഞാൻ ആംഗ്യം കാണിച്ചു കൈകൊണ്ട്, എന്താ സംഭവം. അപ്പം ബാക്കി രണ്ടുപേരും കാണാതായിരുന്നു കേട്ടോ. അവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഡ്രസ്സാണ്, ഇട്ട് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ആ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. വാടാ, ഇവിടെ പണിയുണ്ട്, കാര്യങ്ങൾ നോക്കിയിട്ട് വരാം, ഇന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയണം, വേറെ പരിപാടി ഉള്ളതാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാനും ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ അവരുടെ കൂടെ അവനിങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു 10 മണി 11 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് അവൻ അടുക്കളപ്പുറത്തേക്ക് വന്നു. പെട്ടെന്ന് അവിടേക്ക് വന്നതിന് ശേഷം അവൻ എന്നോട് ചോദിച്ചു, എന്താ മാഷേ, എന്താ ഉണ്ടാക്കുന്നത്, നല്ല കാര്യമായിട്ടാണല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന്, ഒന്നുമില്ലടാ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ തന്നെയുള്ളൂ. അതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവനും തിരിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് ചുറ്റും നോക്കിയിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കവറെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. ഇന്ന സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എടാ ഇതിന് ഞാൻ നിനക്ക് പൈസ തരണ്ടേ? ഞാനൊരു വിക്കലോടെ ചോദിച്ചു അവനോട്. പെട്ടെന്ന് അവൻ പറഞ്ഞു, ഇതിന് പൈസ ഒന്നും വേണ്ട എൻ്റെ കുട്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ മേടിച്ചു വന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട സമയത്താണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ്റെ ആ സംസാരം കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു കുറേ സമയം. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, അതെ, ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് നല്ല കഷ്ടപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇന്നപോലെ അകത്ത് പോയിട്ട് നല്ല സെറ്റായിട്ട് വാ, ഇന്നലെ സാരി കൊടുത്തതുപോലെ അതേപോലെ തന്നെ ഈ ഡ്രസ്സ് ഇട്ട് നല്ല ഒരുങ്ങി കുട്ടി നല്ല അടിപൊളിയായിട്ട് പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ആ ഒരു ഡ്രസ്സ്, കവറിലുണ്ടായിരുന്ന ഡ്രസ്സ് എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി സമയത്താണെന്നുണ്ടെങ്കിൽ അവനാണ്ടൊക്കെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എടാ ഇവിടെ നിൽക്കേണ്ട, അങ്ങോട്ട് ചെല്ലേ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ അത് മതി. പെട്ടെന്ന് ഞാൻ മുറിയിലേക്ക് ചെന്നിട്ട് ഡ്രസ്സ് എടുത്ത് നോക്കി. അത്യാവശ്യം നല്ല മോഡേണായിട്ടുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കുട്ടിക്കാലത്താണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഡ്രസ്സ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, കിട്ടണേന്ന്. പക്ഷേ അന്നത്തെ സമയത്ത് ആർക്കും വാങ്ങിത്തരാനും
ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് വിഷമമായിരുന്നു. കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യങ്ങളിൽ. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഇവൻ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് വാങ്ങിച്ചു തരുമല്ലോ എന്നുള്ള പ്രതീക്ഷകളായിരുന്നു. പക്ഷേ ആ സമയത്തും അവിടെ എനിക്ക് പരാജയമായിരുന്നു. അങ്ങനെ വന്ന സമയത്തായിരുന്നു ഇപ്പോൾ ഇവനായിട്ട് എനിക്കിത് കൊണ്ടുതന്നത്. പക്ഷേ ഈ സമയത്ത് ഞാനിത് ഇട്ട് നോക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നല്ല 12 മണി സമയമായിട്ടുണ്ട്. ഞാനൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ശരീരം നന്നായിട്ട് വിയർക്കുന്നുണ്ട്. എന്നാൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ഇട്ട് നോക്കാം, അതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചു. ഞാൻ നേരെ പോയി കുളിക്കാൻ കയറി. കുളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അപ്പുറത്തേക്ക് പോയി അടുക്കളയിൽ നിന്ന് തോർത്തെടുത്തിട്ടാണ് പോയത്. തോർത്തെടുക്കുന്ന സമയത്ത് അവനെന്നെ നോക്കി കണ്ണ് കാണിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ ഞാൻ അവിടുന്ന് തോർത്തെടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് പോയി. കുളിമുറി നന്നായിട്ട് ലോക്കൊക്കെ ചെയ്ത് അങ്ങനെ കതകും കാര്യങ്ങളെല്ലാം അടച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ ബെഡിൽ വിരിച്ചിട്ടുന്ന അവൻ കൊണ്ടുവന്ന ആ ഡ്രസ്സ് അതേ രീതിയിൽ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാനൊന്ന് തല നന്നായിട്ട് തോർത്തി ശേഷം അതിട്ട് നോക്കി. ഇതൊരുപാട് മോഡേൺ ആയിട്ടിരിക്കുന്നല്ലോ. കണ്ടു കഴിഞ്ഞാൽ ആക്ട്രസ് അങ്ങനെയുള്ളവർ മാത്രം ഇടുന്ന ഡ്രസ്സാണ്. സെലിബ്രിറ്റീസിന്റെ ആ ഒരു രീതിയിൽ തന്നെ അത്രയും നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സും കാര്യങ്ങളുമാണ് എപ്പോഴായാലും ഒരു പെണ്ണാഗ്രഹിക്കുക. എപ്പോഴായാലും ഇതൊക്കെ ഇടാതെ അങ്ങനെ പോവുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ നെറ്റിയിൽ ചെറിയ രീതിയിൽ സിന്ദൂരക്കുറി വരച്ചു. ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചന്ദനക്കുറി വരച്ചു. രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്കൊരാഗ്രഹം കാലിലെ കൊലുസും കൂടെ ഇടണമെന്ന്. കാലാണെന്നുണ്ടെങ്കിൽ മോഡേൺ ഡ്രസ്സായത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്തോട്ടിറങ്ങാനായിട്ട്. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കാലിലെ പാദസരവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടു. പിന്നെ എൻ്റെ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ വളകളും പിന്നെ തോട പോലുള്ള ഒരു കമ്മലുണ്ട്. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അതും എടുത്തിട്ടു. ശേഷം എനിക്കൊരാഗ്രഹം കൂടെ തോന്നി, ഇനി മുടിയൊന്ന് കെട്ടിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. എങ്കിലേ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒന്ന് അതിശയപ്പെട്ട് നോക്കത്തോളൂ. ഇനി അവനെ ഒന്ന് കാണിക്കണമല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ ഒരുപാട് സുന്ദരിയായിരിക്കുന്നു. ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഭർത്താവ് കണ്ടാൽ പോലും ആളൊന്നും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ മനസ്സിൽ ചുമ്മാതെ പറഞ്ഞു. പെട്ടെന്ന് ആ ഒരു സമയത്ത് എനിക്കൊരു കൗതുകം കൂടെ തോന്നി. കുറച്ച് നല്ലൊരു ഫേസ് ക്രീമും പിന്നെ ഒരു ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. ശേഷം നല്ലൊരു പെർഫ്യൂം അടിച്ചു. ഇനി അവൻ്റെ അടുത്തേക്കൊന്ന് പോകണം, അവനെ ഒന്ന് അതിശയിപ്പിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവനെ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലും അത് തന്നെയാണ് തോന്നിയത്. ഇനി ഞാൻ അവനെ ഒന്ന് കാണണം, അവനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം അടുത്ത ഒരു പാട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവർ തമ്മിൽ കാണുന്ന കാഴ്ചകളും ഓരോ കാര്യങ്ങളും ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണാം.